സഹോദരങ്ങളെ, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതൊരു വലിയ ചരിത്രമായിട്ട് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ദൈവം ഇറക്കിക്കൊണ്ടുവരികയാണ്. 40 വർഷമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കറങ്ങി നടന്നത്. ദൈവം ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് മോചനം നൽകി കൊണ്ടുവന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കടലിനരികിൽ ഇസ്രായേൽ ജനം പാളയമടിച്ചു. വളരെ വർഷങ്ങളോളം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഈജിപ്തിൽ ജീവിക്കെങ്കിലും മരിച്ചതുപോലെ ജീവിച്ച് അടിമപ്പണിയെടുത്ത് ശരിയായിട്ട് ഭക്ഷണം കിട്ടാതെ സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ മോചിപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവരികയാണ്. ദൈവം കൊടുത്ത കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം കടലിനരികിൽ പാളയമടിച്ച് വിശ്രമിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടിമവേല ചെയ്ത് അവരുടെ ശരീരമൊക്കെ തഴമ്പിച്ച് മനസ്സ് മരവിച്ച് മുരടിച്ച് ആ വലിയ അടിമത്തത്തിൽ നിന്നാണ് ദൈവം അവരെ സ്വാതന്ത്ര്യം നൽകി കൂട്ടിക്കൊണ്ടുവന്നത്. ഇസ്രായേൽ ജനം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ഒരു വലിയ ആരവം കേൾക്കുകയാണ്. ഇസ്രായേൽ ജനം തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോയുടെ പടയാളികൾ രഥങ്ങളോടും കുതിരകളോടും കൂടെ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കള് ഫറവോയുടെ സൈന്യം തങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനെ അവർ ഞങ്ങളെ വധിക്കും. രക്ഷപ്പെടാനൊരൊറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് മുമ്പിൽ കാണുന്നത്, കര കാണാത്ത കടല്. കടലിലൂടെ ചാടി രക്ഷപ്പെട്ടാൽ അത് ആലോചിക്കാൻ പോലും പറ്റില്ല. കടലിൽ ചാടിയവരൊക്കെ മരിച്ചു പോകും. തിരിച്ചെങ്ങോട്ടെങ്കിലും ഓടാന്ന് വിചാരിച്ചാൽ പിന്നിൽ വരുന്ന ഫറവോയുടെ സൈന്യത്തെ കണ്ടു. എന്തായാലും ഇത് തങ്ങളുടെ നാശമാണെന്ന് കരുതി ഇസ്രായേൽ ജനം മുഴുവനും ഭയന്ന് അലറി നിലവിളിച്ചു. അവരുടെ കരച്ചില്, അവരുടെ നിലവിളിയുടെ ശബ്ദമങ്ങ് സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടാകണം. അത്രമാത്രം ഭയന്ന് ഇസ്രായേൽ ജനം, ലക്ഷങ്ങളോളം വരുന്ന ഇസ്രായേൽ ജനം ഭയന്ന് നിലവിളിച്ചപ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന മോശ, അവൻ ഭയന്ന് നിലവിളിച്ചില്ല. അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചു മോശ. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ വിളിച്ച് നിലവിളിക്കുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ സമുദ്രത്തിന് നേരെ ഒന്ന് നീട്ടിപ്പിടിക്കുക. ഇസ്രായേൽ ജനം കരഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഭയന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ഇടയിൽ ദൈവം എന്നൊരു മഹാ അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസ്തനായ മോശ, അവനറിയാം തങ്ങളെ ഈ സമുദ്രത്തിന്റെ തീരത്ത് കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തിന് ഫറവോയുടെ സൈന്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടുന്ന് മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അവൻ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷയായി നമ്മുടെ കൂടെ വരുമെന്ന് വിശ്വാസമുള്ള മോശ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. ദൈവം അവനോട് അപ്പോഴാ പറഞ്ഞത്, നീ എന്തിനാ എന്നെ വിളിച്ച് കരയുന്നത്? നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നീ സമുദ്രത്തിന് നേരെ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നു. 14-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവം ഒരു കിഴക്കൻ കാറ്റയച്ച് സമുദ്രത്തെ പിറകോട്ട് നീക്കി. ഹല്ലേലൂയ. സമുദ്രത്തെ പിറകോട്ട് നീക്കി. 2 വശത്തും കടല്
ഒരു മതില് പോലെ മാറി നിന്നു. നടുക്കിലൂടെയുള്ള വഴി വരണ്ട ഭൂമിയാക്കി ഇസ്രായേൽ ജനത്തിന് രക്ഷപ്പെടാനുള്ള ഒരു പാത അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് ഇത് പറയണേ? പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിലൂടെ, ചരിത്രത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ വഴി മുട്ടി നിൽക്കുമ്പോൾ, നിന്റെ ജീവിതം വഴിമുട്ടിപ്പോകുമ്പോൾ, ജീവിക്കാൻ വഴിയില്ലാതെയാകുമ്പോൾ, സാമ്പത്തികമായിട്ട് ഞെരുങ്ങുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, എവിടെയാണോ നിനക്ക് വഴി അടഞ്ഞു പോകുന്നത് അവിടെ പുതിയൊരു വഴി തുറക്കുന്നവനാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ഹല്ലേലൂയ. വഴി അടഞ്ഞിടത്ത് നിന്ന് പുതിയ വഴി തുറന്നു കൊടുക്കുന്നവനാണ് ദൈവം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? മോശയെ പോലെ കരമുയർത്തി ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കാണുന്ന കടൽ പോലെയുള്ള തടസ്സങ്ങളെ ദൈവം അവിടെ വരണ്ട ഭൂമിയാക്കി പുതിയ പാത തുറന്ന് ദൈവജനത്തിന് രക്ഷപ്പെടുവാൻ, ഇസ്രായേൽ ജനത്തിന് രക്ഷപ്പെടുവാൻ ഒരു പാതയൊരുക്കിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ വഴി തുറക്കുമെന്നുള്ള ആ വിശ്വാസം നിങ്ങളിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ ചരിത്രം ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ, ഒരു തകർച്ചയുണ്ടായി കഴിഞ്ഞാൽ, ഒരു ദുരിതമുണ്ടായി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായിത്തീർന്നു? നിരാശയുള്ളവരായി തീർന്നു, ഭയമുള്ളവരായി തീർന്നു. ഒരു കാരണവശാലും ഒരാൾക്കും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? പത്രോസ് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം എന്തു പറയുന്നു? ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെയെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ ശക്തമാണ്. ആ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവാനുള്ള ഒരു പരിശീലനം നമുക്ക് വേണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം വഴിമുട്ടി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു പാത തുറക്കുന്ന ദൈവമാണ്. ഒരിക്കലും ഒരു സഹോദരി വിളിച്ച് ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. മാലിദ്വീപിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു പരീക്ഷ എഴുതി ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ സ്ഥിരമായി നിൽക്കാനുള്ള ഒരു പെർമിറ്റ് കിട്ടുകയുള്ളൂ. 3 പ്രാവശ്യമാണ് ഒരു വ്യക്തിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം. 3-ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ധൈര്യമായി പോ, ഞാൻ പ്രാർത്ഥിക്കാം. പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി വീണ്ടും വിളിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രദറെ, തോറ്റുപോയി, എനിക്കൊരു പരീക്ഷ എഴുതാൻ ഒരു അവസരമില്ല. 3 പ്രാവശ്യമാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ആ 3-ലും ഞാൻ തോറ്റുപോയി. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്കിനി വിസ അടിച്ച് കിട്ടുകയില്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് കരഞ്ഞു, പൊട്ടിക്കരയാ ഫോണിലൂടെ. ഞാൻ ആ മകളോട് പറഞ്ഞു, മോളെ, വഴിമുട്ടുന്ന സ്ഥലത്ത് വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടേത്. ഞാൻ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ചരിത്രം അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾക്ക് വിശ്വാസം വന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആരാണ് നിനക്കെതിരെ നിൽക്കുക? ദൈവം കരുതിയ പദ്ധതികളെ പൂർത്തിയാക്കുവാൻ വേണ്ടി വന്നാൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലും മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും അമ്മ ഈശോയെ ഗർഭം ധരിക്കുന്നത് എവിടെ വെച്ചാ? പറയണ മോനെ, നീ ധൈര്യമായിട്ട്. നസ്രത്തിൽ കൊച്ചുകുട്ടിയുടെ ഹൃദയം ദൈവം തുറന്നു കൊടുത്തു. നസ്രത്തിൽ വെച്ച് അമ്മ ഗർഭിണിയാവുകയാണ്.
അവിടെയാണ് ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ജീവിച്ചു വരുന്നത്. എവിടെ ജനിക്കുമെന്നാണ് മിക്ക പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളത്? ബത്ലഹേമിൽ. യേശു ജനിക്കുക. ബത്ലഹേമേ, നീ യൂദാ നഗരത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. ഹല്ലേലൂയ. നസ്രത്തിൽ ജീവിക്കുന്ന ഗർഭിണിയായ പരിശുദ്ധ അമ്മ, അവളെ സംരക്ഷിച്ചു പോരുന്ന വിശുദ്ധ ഔസേപ്പിതാവ് പ്രസവിക്കാൻ വേണ്ടി കണ്ട ദൂരം ബത്ലഹേമിലേക്ക് പോകുമോ? പോകാൻ സാധ്യത ഒട്ടുമില്ല. അപ്പോൾ അവിടെ ഇവര് ബത്ലഹേമിൽ ചെന്ന് പ്രസവിച്ചില്ല എങ്കിൽ പ്രവാചകന്റെ പ്രവചനം തെറ്റും, അസാധുവാകും. പ്രവചനം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും പ്രവാചകനിലോ പ്രവചന ഗ്രന്ഥങ്ങളിലോ നമ്മൾ വിശ്വസിക്കുമോ? ദൈവം അവിടെ ഒരു നിയമം മാറ്റിമറിച്ചു. അഗസ്തീൻ സീസർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണോ അതാത് ഗോത്രങ്ങളുടെ രാജ്യത്ത് പോയി പേര് രേഖപ്പെടുത്തണം എന്നുള്ളൊരു കൽപ്പന അവിടുത്തെ രാജാവ് പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. ജോസഫ് ദാവീദിന്റെ വംശത്തിലും ഗണത്തിലും പെട്ടവനായിക്കൊണ്ട് ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ പോയി പേര് രേഖപ്പെടുത്താതെ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ വന്നു. രാജകൽപ്പനയെ ധിക്കരിച്ചാൽ ശിക്ഷയാണ്. ഈ ഒരു കൽപ്പന വന്നതുകൊണ്ടാണ് യൗസേപ്പിതാവും മറിയവും ചേർന്ന് ബത്ലഹേമിൽ ചെന്ന് മുറി കിട്ടാതെ വന്നപ്പോൾ തൊഴുത്തിൽ കയറി ഈശോയെ പ്രസവിക്കേണ്ട ഗതികേട് അവരുടെ ജീവിതത്തിലുണ്ടായത്. ഹല്ലേലൂയ. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിയമം മാറ്റിമറിക്കുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും. വഴിമുട്ടുന്ന സ്ഥലത്ത് പുതിയൊരു പാത തുറക്കുന്നവനായ ദൈവത്തിൽ നീ ആഴമായി വിശ്വസിക്കുക. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്റെ കാര്യത്തിൽ നിന്റെ ദൈവം ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞു കൊടുത്തു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം നിയമത്തെ മാറ്റിമറച്ചു. 3 പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റ വ്യക്തികൾക്ക് 4മതൊരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതാനുള്ള ഒരു നിയമം ഇവിടുത്തെ സർക്കാർ അനുവദിച്ചു തന്നു. ഹല്ലേലൂയ. മാലിദ്വീപിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു നിയമം ഉണ്ടായിട്ടില്ല. 3 പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞ വ്യക്തി പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, തിരിച്ച് നാട്ടിലേക്ക് പോകണം. ആ ചരിത്രമാണ് ദൈവതമ്പുരാൻ തൻ്റെ മകൾക്ക് വേണ്ടി മാറ്റിമറച്ചു കൊടുത്തത്. 4മതൊരു പ്രാവശ്യം കൂടെ പരീക്ഷ എഴുതുവാനുള്ള ഒരവസരം കൊടുത്തു. അവൾ ചോദിച്ചു, ബ്രദറെ, 4മത്തെ പ്രാവശ്യവും ഞാൻ ജയിക്കുമോ? നിന്നെ തോൽപ്പിക്കാനാണെങ്കിൽ, നിനക്ക് ജയിക്കാനുള്ള അവസരമില്ലെങ്കിൽ നിന്റെ ദൈവം നിന്റെ മുമ്പിൽ ഇങ്ങനൊരു അവസരം നൽകുകയില്ല. വിശ്വസിച്ചു പോകുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പരീക്ഷ എഴുതി ആ മകൾ ജയിച്ചു. അവൾക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള പെർമിറ്റ് കിട്ടി. അവളിപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും. ഹല്ലേലൂയ. ഈ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൈവം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, വഴിമുട്ടുന്നിടത്ത് പുതിയ പാത തുറക്കുന്ന ദൈവം, നിനക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലോൺ എടുത്തു. സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയാ. അദ്ദേഹം ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നയാളാണ്. അപ്പം വാർപ്പിൻ്റെ മുട്ടും പലയും ഒക്കെ മേടിക്കാൻ വേണ്ടി എത്രയോ ലക്ഷം രൂപ എടുത്തു. ദൈവാനുഗ്രഹത്താൽ ഒരു അടവ് പോലും തിരിച്ചടക്കാൻ ഇവന് കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 2-3 പ്രാവശ്യം ബാങ്കിന് നോട്ടീസ് വന്നു, തിരിച്ചടച്ചില്ലെങ്കിൽ സ്ഥലം ജപ്തി ചെയ്യുമെന്നും പറഞ്ഞിട്ട്. ഒരവസരം കൂടി, ഒരു സമയം കൂടെ അവർ കൊടുത്തു. ആ സമയവും കഴിഞ്ഞു. ഞാനിവനോട് ചോദിച്ചു, എന്തായി ലോൺ? കിടപ്പാടം പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്, തിരിച്ചടയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ സമയം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ വന്നപ്പോൾ ആദ്യമുണ്ടാക്കിയ ദൈവം
നിയമം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വ്യക്തികളുടെയൊക്കെ ലോൺ എഴുതി തള്ളാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ഞാനിവരെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ദൈവതമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചു, എൻ്റെ കടമെല്ലാം സർക്കാർ ഏറ്റെടുത്തു, എനിക്കിനി തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷത്തിൽ ഇവൻ തുള്ളിച്ചാടിയാ പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞു, സഹോദര, നിന്റെ നിസാരമായ 1-2 ലക്ഷം രൂപ ദൈവം എഴുതി തള്ളിയപ്പോൾ നിനക്ക് എന്തുമാത്രം സന്തോഷമുണ്ടായി. എന്നാൽ നിന്റെ ജീവിതകാലം മുഴുവനും നീ ചെയ്തു കൂട്ടിയ നിന്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ച ദൈവത്തിനെ നിനക്ക് പരിചയമുണ്ടോ? ഹല്ലേലൂയ. സഹോദരങ്ങളെ, മോശ എന്ന് പറയുന്ന ദൈവപുരുഷൻ, പ്രവാചകനായ മോശ, അവന് ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം കൈവിടുകയില്ലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ കടലിന് നേരെ വടി നീട്ടാൻ പറഞ്ഞപ്പോൾ വടി നീട്ടിയത്. ഇങ്ങനെ ഒരു മഹാ അത്ഭുതം ഈ ലോകത്തിൻ്റെ മുൻപും പിൻപും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ കരം ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞത് ബൈബിളിലെ ഈ ചരിത്രം അറിയാത്ത ആരുമില്ല ഇവിടെ. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയുന്ന കഥയാ. എന്നിട്ടും ആ നൽകുന്ന ദൈവത്തിൻ്റെ സന്ദേശം എന്താണെന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സമുദ്രം വറ്റിച്ചവന്, സമുദ്രത്തിന് 2 പിളർക്കാൻ കഴിവുള്ളവനെ, ഇസ്രായേൽ ജനത്തിനൊരു പുതിയ പാത കടലിലൂടെ ഒരുക്കാൻ കഴിഞ്ഞവനെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങൾക്കൊരു പുതിയ പാത തുറന്നു തരുവാൻ ദൈവത്തിന്റെ കരം ഇന്നും ശക്തമാണ്. ഹല്ലേലൂയ.